ഹലോ സ്റ്റുഡൻസ്, വെൽക്കം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നെറ്റ്വർക്ക് ഡയഗ്രാം എങ്ങനെയാണ് വരക്കുന്നത് എന്നതിൻ്റെ ബേസിക് ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നെറ്റ്വർക്ക് ഡയഗ്രാം വരയ്ക്കുമ്പോഴുള്ള നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് റൂൾസ് റെഗുലേഷൻസിൻ്റെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും സിമ്പിളായിട്ടുള്ള 2 നെറ്റ്വർക്ക് ഡയഗ്രാംസ് ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് വരക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ചോദ്യം എങ്ങനെയായിരിക്കും? ഡ്രോ ദ നെറ്റ്വർക്ക് ഡയഗ്രാം. നമുക്ക് ആക്ടിവിറ്റീസ് തന്നിട്ടുണ്ട്. പ്രിഡിസസർ ആക്ടിവിറ്റി, അതായത് തൊട്ട് മുൻപ് നടന്ന ആക്ടിവിറ്റി എന്താണോ അതിനെയാണ് നമ്മൾ പ്രിഡിസസർ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അത് തന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം നോക്കേണ്ടത് ഏറ്റവും ആദ്യം നമുക്കൊരു ഡാഷോ സീറോ തന്നിട്ടുണ്ടാവും, വിച്ച് മീൻസ് അതാണ് നമ്മളുടെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റ്. അപ്പോൾ എവിടെയാണോ നമുക്കൊരു ഡാഷോ സീറോ തന്നേക്കുന്നത് അവിടെ നമ്മൾ 1 എന്ന് പറയുന്ന നോഡ് മാർക്ക് ചെയ്യാം. അതിനുശേഷം സ്റ്റാർട്ടിങ്ങിൽ നിന്ന് ഏത് ആക്ടിവിറ്റി, ഏറ്റവും ആദ്യത്തെ ആക്ടിവിറ്റി എന്താണ്? എ എന്ന് പറയുന്ന ആക്ടിവിറ്റിയാണ്. അപ്പോൾ ഇനീഷ്യൽ ബേസിക്കലി ഒന്നുമില്ല, അവിടെ നിന്ന് നമ്മൾ എന്ത് സ്റ്റാർട്ട് ചെയ്തു? എ എന്ന് പറയുന്ന ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്തു. ഇറ്റ് ഗോസ് ടു 2. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ആക്ടിവിറ്റി. ആ ആക്ടിവിറ്റിയുടെ പേരെന്താണ്? എ. അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് ആക്ടിവിറ്റി മാർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് എ എന്ന് പറയുന്ന ആക്ടിവിറ്റി നിന്ന് എന്ത് സ്റ്റാർട്ട് ചെയ്യണം? ബി സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ എയിൽ നിന്ന് 3 ഇത്തിരി വലുതാക്കി വരയ്ക്കുകയാണ്. എയിൽ നിന്ന് ബി. പിന്നെ ബിയിൽ നിന്ന് ഏത് ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നു? സി സ്റ്റാർട്ട് ചെയ്യുന്നു. വലുതാക്കുവാണ്. രണ്ടാമത്തത് 1 to 2, 2 to 3, 3 to 4. ബിയിൽ നിന്ന് ഏത് ആക്ടിവിറ്റിയാണ്? സി എന്ന് പറയുന്ന ആക്ടിവിറ്റിയാണ്. വീണ്ടും അടുത്തത് 4 to 5. സിയിൽ നിന്ന് ഏത് ആക്ടിവിറ്റിയാണ്? ഡി എന്ന് പറയുന്ന ആക്ടിവിറ്റിയാണ്, ആക്ടിവിറ്റി ഡി. അവസാനം ഡിയിൽ നിന്ന് ഏത് ആക്ടിവിറ്റിയാണ്? ഇ എന്ന് പറയുന്ന ആക്ടിവിറ്റിയാണ്. 6 ആണിവിടെ ഇ എന്ന് പറയുന്ന ആക്ടിവിറ്റി. അപ്പം അങ്ങനെ നമ്മൾക്ക് സ്റ്റാർട്ടിങ്ങിൽ നിന്ന് എ എന്ന് പറയുന്ന ആക്ടിവിറ്റി, എയിൽ നിന്ന് ബി, ബിയിൽ നിന്ന് സി, സിയിൽ നിന്ന് ഡി കാണിച്ചു, ഡിയിൽ നിന്ന് ഇ. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു വളരെ സിമ്പിളായിട്ടുള്ള ഒരു നെറ്റ്വർക്ക് ഡയഗ്രാം. ഇങ്ങനെയാണ് നമ്മൾ നെറ്റ്വർക്ക് ഡയഗ്രാം വരയ്ക്കുന്നത്. ഓക്കെ, അടുത്തത് നമ്മൾ അടുത്ത ഒരു നെറ്റ്വർക്ക് ഡയഗ്രാം എങ്ങനെ വരയ്ക്കാം? കുറച്ചും കൂടി കോംപ്ലക്സ് ആയിട്ടുള്ളൊരു നെറ്റ്വർക്ക് ഡയഗ്രാമാണിത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ നിന്ന് 3 ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, എ, ബി ആൻഡ് സി. അപ്പോൾ ഇത് എ, ഈ ആക്ടിവിറ്റി, പിന്നെ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് തന്നെ ബി എന്ന് പറയുന്ന ആക്ടിവിറ്റി, പിന്നെ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് തന്നെ സി എന്ന് പറയുന്ന ആക്ടിവിറ്റി. ഇത് 3ഉം വരച്ചു. ഇനി എയിൽ നിന്ന് ഏതാ വരുന്നത്? എയിൽ നിന്ന് ഡി വരുന്നുണ്ട്, ബിയിൽ നിന്ന് ഇ വരുന്നുണ്ട്, സിയിൽ നിന്ന് എഫ് വരുന്നുണ്ട്. ഇവിടെ ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡി, ഇ, എഫ് കൂടി കൂട്ടിമുട്ടുന്ന ഒരു പോയിൻ്റ് ഉണ്ട്, അവിടെ നിന്ന് ജി വരുന്ന കാര്യം. ആദ്യം വരയ്ക്കുമ്പോൾ നമുക്കിത് മനസ്സിലാവത്തില്ല, നമ്മളിത് നോർമലി വരച്ചു പോകും. പക്ഷേ ഇതെനിക്ക് വരച്ച ശീലമുള്ളത് കൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ തന്നെ ഒന്ന് പ്രിക്കോഷൻ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് ഡി, ഇ, എഫ് ഒരുമിച്ച് ജോയിൻ ചെയ്യുന്നു എന്നുള്ളത് മുന്നിൽ കണ്ടുകൊണ്ട് വരയ്ക്കാം. ഇനി ഡി, ഇ, എഫ് എല്ലാം കൂടി ഒരു സ്ഥലത്ത് ജോയിൻ ചെയ്തു, ഒരു പോയിന്റിൽ ജോയിൻ ചെയ്തു. അതാണ് ഈ ഡിനോട്ട് ചെയ്യുന്നത്. ഡി, ഇ, എഫ് കോമ ഇട്ട് എഴുതുന്നതിൻ്റെ അർത്ഥം ദേ ആർ ജോയിനിങ് ടുഗെദർ ഒരു 1 പോയിന്റിൽ. ആ ജോയിൻ ചെയ്യുന്ന പോയിന്റിൻ്റെ പേര്, നമ്പർ എത്രയായിരിക്കും? 5 ആയിരിക്കും. 5. ഇനി അവിടെ നിന്ന് എന്ത് സ്റ്റാർട്ട് ചെയ്തു? ജി സ്റ്റാർട്ട് ചെയ്തു. അവിടെ നിന്ന് ജി, നമ്പർ 6. അവിടെ നിന്ന് ജി എന്ന് പറയുന്ന ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് വളരെ സിമ്പിളായിട്ടുള്ള ബേസിക് ഓഫ് നെറ്റ്വർക്ക് ഡയഗ്രാംസ് ആണ്. സ്റ്റാർട്ടിങ്ങിൽ നിന്ന് എ, ബി, സി വന്നു, എയിൽ നിന്ന് ഡി, ബിയിൽ നിന്ന് ഇ, സിയിൽ നിന്ന് എഫ്. ഡി, ഇ, എഫ് ജോയിൻ ചെയ്യുന്ന കാര്യം ഞാൻ നേരത്തെ മുൻകൂട്ടി കണ്ടതുകൊണ്ട് അക്കോർഡിംഗ്ലി ഞാൻ വരച്ചു. ചിലപ്പോൾ നിങ്ങൾ വരയ്ക്കുമ്പോൾ 3ഉം കൂടി ഇങ്ങനെ സ്പ്ലിറ്റ് ആകും. അത് കഴിഞ്ഞൊന്ന് റഫായിട്ട് കൺസിഡർ ചെയ്യുക. ഒരിക്കൽ കൂടി നമ്മളെല്ലാം കൂടി ജോയിൻ ചെയ്തൊന്ന് വരക്കേണ്ടിയൊക്കെ വരും. നെറ്റ്വർക്ക് ഡയഗ്രാം ഒരിക്കലും ഫസ്റ്റ് ഷോട്ടിൽ കറക്റ്റ് ആവത്തില്ല. ഒരു റഫ് ഡയഗ്രാം വരച്ചിട്ടാണ് നമ്മൾ ഫെയർ ഡയഗ്രാം വരയ്ക്കുന്നത്. ഡി, എഫ് കൂടി ജോയിൻ ചെയ്ത് നമ്മൾ ജി വരച്ചു. കൂടുതൽ പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.